പ്രൈസ് ദി ലോർഡ്. ബ്ലെസ്സിംഗ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലുമായിരുന്നു എന്ന് അറിയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. വീണ്ടും പ്രാവശ്യം നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന വിഷയം 2 കൊരിന്ത്യർ 12-ാം അധ്യായം 7, 8, 9 വാക്യം. അതിൽ 9-ാമത്തെ വാക്യം, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പൗലോസിന് ഭയങ്കരമായ വെളിപ്പാടുകളും ദർശനങ്ങളും കൃപകളും കൃപാവരങ്ങളും എല്ലാം ദൈവം കൊടുത്തു അവന്. അത് കൊടുത്തത് കൊണ്ട് അവൻ വെളിപ്പാടിൻ്റെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. എൻ്റെ കൃപ നിനക്കും മതി. ശരീരത്തിൻ്റെ ബലഹീനത എന്ന് പറയുന്നത്, അവൻ്റെ ശരീരത്തിലെ ബലഹീനത എന്ന് പറയുന്നത് എന്തോ നോവായിരുന്നു. അതെവിടെയാണ് നോവെന്നൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. വയറ്റ് വേദനയായിരുന്നോ, നടുവേദനയായിരുന്നോ, തലവേദനയാണോ, കാലും നോവാണോ, ഒന്നും നമുക്കറിയത്തില്ല. വേദനയാൽ അവൻ പുളകം കൊള്ളുവാണ്. ഭയങ്കര വേദന, അതികഠിനമായ വേദന. ആ സമയത്തൊക്കെയും അവൻ ദൈവത്തോട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന് മറുപടി നൽകുന്നതാണ്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന് പറഞ്ഞു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് സാത്താൻ്റെ ശൂലത്തെ അവന് കൊടുത്തിരുന്നു. ആ ശൂലം കൊണ്ട് അവനെ കുത്തിക്കൊണ്ടിരിക്കുമ്പോഴും ദൈവം പറയുകയാണ്, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന്. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, സമസ്യകൾ, അനേക പ്രശ്നങ്ങളാൽ നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ ഓർക്കും, നമുക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയിന്ന് നമ്മൾ പലപ്പോഴും ഓർക്കും. പക്ഷേ നമ്മുടെ കൂടെ ഇരിക്കുവാൻ ശക്തവാനായ ഒരു ദൈവമുണ്ട്. അവനാണ് നമ്മുടെ യേശു ക്രിസ്തു. പ്രിയ മക്കളെ, നമ്മൾ ഒരിക്കലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ശക്തി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ശരീരം തോറ്റുപോയാലും ആത്മീയമായി ഒരിക്കലും തോറ്റുപോകുവാനായിട്ട് ദൈവം സമ്മതിക്കത്തില്ല. നീ അതുപോലെ ജീവിക്കണം. ജീവിച്ചെങ്കിൽ മാത്രമേ പൗലന് ഒരു ക്രിസ്ത വിരോധിയായിട്ട് ജീവിച്ച വ്യക്തിയായിരുന്നു. അവനെ ദൈവം അവനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞ് അവനെ അനേക കൃപകളും വരങ്ങളും കൊടുത്തു. അപ്പോൾ ദൈവം പറയുന്ന ഒരു വാക്കാണ്, എൻ്റെ കൃപ നിനക്ക് മതി. അത് പൗലോസിനോട് മാത്രമല്ല മക്കളെ പറയുന്നത്, നമ്മളോട് ഓരോരുത്തരോടും ദൈവം പറയും. നമ്മൾക്ക് കഷ്ടങ്ങൾ വന്ന് നമ്മൾ ഓർക്കും, എനിക്കിനി ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന സമയത്തും ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമുക്ക് ബലം തന്ന് ആരോഗ്യം തന്ന് നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ് നമ്മുടെ യേശു ക്രിസ്തു. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എൻ്റെ അവകാശി ദമ്മേശേക്കുകാരനായ എലിയാസറാണല്ലോ എന്ന് അവൻ പറയുന്ന സമയത്ത് അബ്രഹാം ദൈവത്തോട് പറയുകയാണ്. ദൈവസന്നിധിയിൽ അവന് ഭയങ്കര ദർശനമായതാണ്. അവൻ അന്നിങ്ങനെ 2 പേരും ദൈവവും അവനുമായിട്ട് അബ്രഹാമുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ കർത്താവ് അവനോട് പറയുകയാണ്, നിന്റെ ശരീരത്തിൽ നിന്റെ അകത്ത് ജനിച്ച വ്യക്തിയാണ് നിന്റെ മകന്. അങ്ങനെ അബ്രഹാമിനെ വെളിയിൽ കൂട്ടിക്കൊണ്ട് പോയിട്ട് ചോദിക്കുന്നു, ഈ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണുവാൻ പറ്റുമോ? ഞാൻ നിനക്ക് മക്കളെ തരും. നമ്മുടെ ദൈവം ആരാണ് മക്കളെ? അതും വയസ്സായി, നല്ല വയസ്സായി. ആ സമയത്ത് അബ്രഹാമിന് ദൈവം ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് 85 വയസ്സോളം ഉണ്ട്. സാറായുടെ ഗർഭപാത്രമെല്ലാം നിർജീവമായി പോയി. ഒരു
ഉണങ്ങി കരിഞ്ഞുപോയി, അവക്കും വയസ്സായി. ആ സമയത്ത് നമ്മുടെ ദൈവം അബ്രഹാമിനോട് പറയുന്ന കാര്യമാണ്, പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നിന്റെ ശരീരത്തിലുള്ള ബലഹീനതകളെയും സകല രോഗങ്ങളെയും സൗഖ്യം തരുവാൻ ശക്തനാണ് നമ്മുടെ യേശു ക്രിസ്തു. അയ്യോ, ഞാൻ കാൻസർ രോഗിയാണ്, അയ്യോ ഞാൻ പരാലിസിസ് രോഗിയാണ്, എനിക്ക് എൻ്റെ ഗോൾ ബ്ലാഡറിൽ കല്ലുണ്ട്, എൻ്റെ കിഡ്നിയിൽ കല്ലുണ്ട്, എൻ്റെ തലയിൽ ട്യൂമറുണ്ട്, എൻ്റെ ബ്രസ്റ്റിൽ ട്യൂമറുണ്ട്. ഇങ്ങനെ പലരും പലവിധമായ രോഗങ്ങളാൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് പറയും, നീ എന്നോട് പറയണമെന്ന് വരികിൽ നീ ആരായിരിക്കണം? ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും വചനത്തിൽ വേരൂന്നി വളരുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നെ ഒരിക്കലും കൈവിടത്തില്ല. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുകയാണ്. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് ഓരോരുത്തർക്ക് സൗഖ്യം വന്നിരിക്കുകയാണ്. നിൻ്റെ ശരീരത്തിൽ എന്ത് രോഗമുണ്ടെങ്കിലും നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചങ്ങോട്ട് കൊടുക്ക. കർത്താവേ, ഞാൻ ഒന്നുമില്ല, ഞാൻ ആരുമില്ല, ഞാൻ വെറും കൃമിയാണ്, പുഴുവാണ്, എന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ല. നീ ഏത് ജാതിയിലായിക്കോട്ടെ, നീ ഏത് കുലത്തിലായിക്കോട്ടെ, നീ ഭയങ്കര പണക്കാരനായിരിക്കാം, നീ പാവപ്പെട്ടവനായിരിക്കാം, നീ ആരാണ് ആയിക്കോട്ടെ, നീ ദൈവത്തിന് വേണ്ടി ഒന്ന് സമർപ്പിച്ച് കൊടുത്തു നോക്കിക്കേ. ദൈവം നിന്നെ എല്ലാ വിധത്തിലും, നിൻ്റെ ഹൃദയമാണ് ദൈവം നോക്കുന്നത്. നിൻ്റെ പണമോ പദവിയോ നിൻ്റെ സൗന്ദര്യമോ നിൻ്റെ ജോലിയോ യാതൊന്നും ദൈവം നോക്കത്തില്ല. ദൈവം നോക്കുന്ന എൻ്റെ നിൻ്റെ ഹൃദയമാണ്. ഹൃദയത്തെയും ഹൃദാന്തരങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ ശക്തവാനായ ദൈവമാണ് നമ്മുടെ ദൈവം. അത്രയും വയസ്സിൽ സാറായിക്കും അബ്രഹാമിനും മക്കളെ കൊടുക്കാമെന്ന് വരികിൽ നമ്മുടെ ദൈവം നമ്മളെ രക്ഷിക്കത്തില്ലേ? നമ്മളെ അനുഗ്രഹിക്കത്തില്ലേ? തീർച്ചയായിട്ടും മക്കളെ, ഏത് കഷ്ടങ്ങളുടെ നടുവിലും നിങ്ങൾ വിളിച്ചപേക്ഷിച്ച് നോക്ക്. നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി ഒന്ന് തുറന്നു കൊടുത്ത് നോക്ക്. ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കും. ആരെ വിഴുങ്ങുന്ന പാപത്തോടെ സാത്താൻ ഇങ്ങനെ ഗർജിക്കുന്ന സിംഹപാതയിൽ ഓടി നടക്കുകയാണ്. പക്ഷേ സാത്താൻ നമ്മുടെ കാൽക്കീഴയാണ്. റോമർ 16-20 വാക്യം നിങ്ങൾ നോക്ക്. വേഗത്തിൽ സൈത്താനെ നിന്റെ കാൽക്കീഴാക്കി ചതച്ച് കളയും. നിൻ്റെ മക്കളോടെ, നിൻ്റെ ജോലിയോടെ, നിൻ്റെ പ്രമോഷനോടെ, നിൻ്റെ ശുശ്രൂഷയോടെ, നിൻ്റെ സഭയോടെ അങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുന്ന സാത്താനെ നമ്മുടെ കാൽ കീഴാക്കി ചതച്ച് കളയും. ആ വിശ്വാസം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കത്തുള്ളൂ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുന്നവരായിരിക്കണം. എന്നെങ്കിൽ മാത്രമേ നമ്മളെ ദൈവം അനുഗ്രഹിക്കത്തുള്ളൂ. അതുപോലെ തന്നെ പുറപ്പാട് 3-2 വാക്യത്തിനകത്ത് മോശയോട് ദൈവം പറയുകയാണ്, മോശേ, ആടിൻ്റെ പുറകെ നടന്ന വിക്കനായ മോശയെ ആടിനെ മേയിച്ചുകൊണ്ട് അവൻ നിൽക്കുമ്പോൾ ഇതാ മുൾപ്പടർപ്പിൽ ഭയങ്കര തീ കത്തുന്നു. അടുത്തിയെന്ന് നോക്കി, ഒരു ഇല പോലും വാടിപ്പോകുന്നില്ല, ചാരമാകുന്നില്ല, ഭയങ്കര തീ. നമ്മുടെ പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം തീ കത്തി? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. എത്ര പ്രാവശ്യം ചാമ്പലായി പോകാൻ ദൈവം വിട്ടില്ല. ചാമ്പലായി പോകാൻ വിട്ടോ? നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്ക്. നിൻ്റെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം? എൻ്റെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം തീ കത്തി. പക്ഷേ ചാമ്പലായി പോകാനായിട്ട് ദൈവം ഒരിക്കലും സമ്മതിച്ചില്ല. അങ്ങനെ സമ്മതിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. ഒരാക്സിഡൻ്റ് അങ്ങോട്ടായിട്ട് വണ്ടി കണ്ടാൽ ഓർക്കും, ആരും ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെന്ന്. പക്ഷേ അതിനകത്തുണ്ടായിരുന്ന 7 പേരും രക്ഷപ്പെട്ടു. അതിലൊരു വ്യക്തിയാണ് ഞാൻ. പ്രിയ മക്കളെ,
നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം തീ കത്തിയെങ്കിലും കത്തിപ്പോകാനായിട്ട് ദൈവം വിട്ടില്ല. തീക്കകത്ത് ഇറങ്ങി വന്ന് ദൈവം നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ്. ചന്ദ്രമേശ അഭേന്ദ്രോമിനെ രാജാവ് സഹപാഠികൾ കൂടി തീക്കകത്തോട്ട്, അതും അവരിട്ടിരുന്ന ഡ്രസ്സോടുകൂടെ, വേഗം തീ കത്തട്ടെന്നോർത്ത് ഡ്രസ്സോടുകൂടെ കയ്യും കാലും കെട്ടി തീക്കകത്തോട്ട് എടുത്തിട്ടു. ആ തീക്കകത്ത് നമ്മുടെ ദൈവം ഇറങ്ങി വന്നു. പ്രിയ മക്കളെ, നിനക്ക് കടഭാരം ഉണ്ടായിരിക്കാം, നിനക്ക് അനേകവിധ രോഗങ്ങളാൽ നീ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിന്നെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി വരുന്ന ദൈവമാണ് നമ്മുടെ യേശു ക്രിസ്തു. ആ ദൈവം ഇറങ്ങി വരണമെന്ന് വരികിൽ നീ ആരായിരിക്കണം? ഒരു ദൈവമകളോ ദൈവമകനോ ആയിരിക്കണം. ദൈവമേ ദൈവമേ എന്ന് വിളിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. നമ്മൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം. കർത്താവായി യേശുവിനെ സ്വന്തം രക്ഷകനാക്കി സ്വീകരിക്കണം. സ്നാനപ്പെടണം. പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിക്കണം. അവൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലേ നമുക്ക് ശരിയായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ടുള്ള ആ കഴിവും ശക്തിയും ദൈവം തരത്തുള്ളൂ. പ്രിയ മക്കളെ, നമ്മൾ ദൈവത്തോട് അടുത്ത് ജീവിക്കണം. അതുപോലെ തന്നെ നിനവേ പട്ടണം നശിച്ചു പോകുമെന്നും പറഞ്ഞ് ഭയങ്കരത്തിൽ യോന തങ്കുരം വാർസി വിളിച്ചു പറഞ്ഞു. അവരെന്ത് ചെയ്തു? അവരെല്ലാം ഇരുന്നങ്ങോട്ട് ഉപവസിച്ചു പ്രാർത്ഥിച്ചു. രാജാവ് പോലും അവൻ്റെ രാജവസ്ത്രം എല്ലാം ഊരി വെച്ച് അവൻ ഇരുന്നങ്ങോട്ട് പ്രാർത്ഥിച്ചു. പ്രിയ മക്കളെ, പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാണ്. ഉപവാസത്തിന് ഭയങ്കര ശക്തിയാണ്. വെറുതെ ഉപവസിച്ച് പട്ടിണി നടന്നുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ചില സ്ത്രീകളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങ് പട്ടിണി നടക്കും. എന്നിട്ട് അവരുടെ ജോലികൾ മുഴുവൻ ചെയ്ത് നടക്കുക, എന്നിട്ട് ഉപവാസവും. അങ്ങനെ ഉപവസിച്ചിട്ട് കാര്യമില്ല. നമ്മൾ താണിരുന്ന് നമ്മുടെ ആവശ്യഭാരങ്ങൾ ദൈവസന്നിധിയിൽ പറഞ്ഞ് നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കണം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിന്നെ രക്ഷിക്കണമെന്ന് വരികിൽ നിന്റെ കണ്ണുനീര് നീ താഴ്മയോടും വിനയത്തോടും കൂടെ താണിരുന്ന് ദൈവസന്നിധിയിൽ ഉപവസിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കി. ദൈവം നീ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും ഉത്തരം തരുന്ന ദൈവമാണ്. സ്വല്പം താമസിച്ചാലും മറുപടി തരാതിരിക്കത്തില്ല. തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ യേശുവിൻ്റെ മുമ്പിൽ നിങ്ങൾ താണിരുന്ന് നോക്ക്, താഴ്ത്തി ഏൽപ്പിച്ച് നോക്ക്, ഉപവസിച്ച് നോക്ക്, പ്രാർത്ഥിച്ച് നോക്ക്. ദൈവം അവരെ രക്ഷിക്കും. അതുപോലെ തന്നെ മോശേ, നീ വാ, ആടിൻ്റെ പുറകെ നടക്കാനല്ല, ഞാൻ ഒന്ന് കണ്ടിട്ടുണ്ട്. മിസ്രൈമിലെ മക്കളെ കനാനിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മോശെ എന്നതാ പറയുന്നത്? ഞാൻ വിക്കനാണ്, അയ്യോ എനിക്ക് സാമർഥ്യമില്ല, എനിക്കൊരു കഴിവുമില്ല. പ്രിയ മക്കളെ, ദൈവത്തിന് വേണ്ടിയത് വലിയ പണക്കാരെയോ ഭയങ്കര പഠിത്തമുള്ളവരെയോ ഒന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ടിയത് ബുദ്ധിയില്ലാത്തവരെ, മീൻ പിടിക്കുന്നവരെ, വിക്കന്മാരെ, ഉപയോഗത്തിനും ഈ പാമ്പ് പിടിച്ച എന്നെപ്പോലുള്ളവരെ ദൈവത്തിന് വേണ്ടിയത്. കാരണം ആർക്കും വേണ്ടാതെ പുറംപറമ്പിൽ എറിയപ്പെട്ടവരെ ദൈവം തെരഞ്ഞു വരുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ദൈവം തൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ദൈവം നമ്മുടെ നാക്കലൊന്ന് മുട്ടിയാൽ മതി. യെശയ്യാവിൻ്റെ നാവിന്മേൽ ഒരു തീക്കനൽ കൊണ്ടൊന്ന് മുട്ടിച്ചപ്പോൾ പൊള്ളിച്ച നാവ് കൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം. അതിൻ്റെ സാത്താൻ നമ്മളെ
ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സാത്താന്. അത് നമ്മുടെ കാൽ കീഴാണ്. നമ്മളെ നശിപ്പിക്കാനോ, നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കാനോ, നിങ്ങളുടെ ബിസിനസ്സിനെ നശിപ്പിക്കാനോ സാത്താൻ പ്രവർത്തിക്കും. പക്ഷേ അതിൻ്റെ തല നമ്മുടെ കാൽ കീഴിലാണ്. എൻ്റെ ദൈവത്തിൻ്റെ കാൽ കീഴ് അവൻ ചവിട്ടിയപ്പോഴേ കിശിക്കെന്നും പറഞ്ഞ പല്ലുകളെല്ലാം തെറിച്ചു പോയത്. ഇപ്പം അതിന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ വാലിട്ടുകൊണ്ട് വാരി കൂട്ടുക. എന്നാന്നോ, എൻ്റെ സമയം അടുത്തിരിക്കുന്നു, ഇനി എനിക്ക് അധിക സമയമില്ല, എല്ലാവരെ കൂട്ടിക്കൊണ്ട് പോകണമെന്നോർത്ത് അനേകരുടെ വിശ്വാസം തണുപ്പിച്ച് കളയുകയാണ്. പ്രാർത്ഥിക്കാനിരിക്കുന്നവരെന്താ ചെയ്യുന്നത്? അങ്ങനെ ഉറങ്ങുവിരുന്ന്. എന്താ? സാത്താൻ കയറി പ്രവർത്തിക്കുക. പാടാനിരിക്കുന്നവർ 1-2 കൈയടിക്കും, പിന്നെ അവരും ഇരുന്ന് തൂങ്ങാൻ തുടങ്ങും. സാത്താന് മുന്നോട്ട് വിടത്തില്ല. നിന്റെ കുറവുകളെ, നിന്റെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നമ്മളെ ഓരോരുത്തരെയും എത്ര വിധത്തിൽ അനുഗ്രഹിക്കും. ആത്മീയമായും അനുഗ്രഹിക്കും, ഭൗമികമായും അനുഗ്രഹിക്കും. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും നിനക്ക് യാതൊരു അനർത്ഥവും സംഭവിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയ മക്കളെ, നമുക്ക് യാതൊരു അനർത്ഥവും വരാതിരിക്കണമെന്ന് വരികിൽ നമ്മളെ തന്നെ മുഴുവനായിട്ട് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ ദൈവത്തോടിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു കാരണവശാലും സാത്താന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പേടിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ള വാക്യം നിങ്ങൾ വായിച്ചു നോക്കിക്കോ. നമ്മുടെ ഭരണി, ഹൃദയം വാങ്ങുന്ന ഭരണി, നമ്മൾ ഓരോരുത്തരെ തേങ്ങ അടിച്ചു പൊട്ടിക്കുന്നതിൻ്റെ രഹസ്യം അവർക്കറിയത്തില്ല. തേങ്ങ അടിച്ചു പൊട്ടിക്കുമ്പോൾ തേങ്ങ പീസായി പോകും, വെള്ളം അതിൽ നിന്നും പോകും. പ്രിയ മക്കളെ, അതുപോലെ നമ്മുടെ ഹൃദയം പൊടി ചെയ്യണം. പൊടി ചെയ്ത് പൊട്ടിക്കരഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം. അതുപോലെ തന്നെ ശരീരാത്മ പ്രാണം ദൈവത്തിന് സമർപ്പിച്ച് നിങ്ങൾ ആരാധനയ്ക്ക് പോയി നിന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ജഡം, നിങ്ങളുടെ ശരീരം അവിടെ നിൽക്കും. നിങ്ങളുടെ മനസ്സെവിടെയാ? അയ്യോ, എൻ്റെ കെട്ടിയോൻ ഇറച്ചി മേടിക്കാൻ പോയിരിക്കുകയാണ്, അല്ലെ മീൻ മേടിക്കാൻ പോയിരിക്കുകയാണ്, ആ മനുഷ്യൻ അതുകൊണ്ട് വരുമ്പോഴത്തേക്കിനി ഞാൻ പള്ളിയും പിരിഞ്ഞു എന്ന് അതെല്ലാം ഉണ്ടാക്കണം. അമ്മച്ചിമാർ ചിന്തിക്കുന്നതാ, ചേച്ചിമാർ ചിന്തിക്കുന്നതാ. അതെല്ലാം വിട്ടിട്ട് കുരിശിന്മേൽ കിടക്കുന്ന ദൈവത്തെ നോക്കിക്കൊണ്ട് എൻ്റെ പാപത്തിനു വേണ്ടി, എൻ്റെ രോഗത്തിനു വേണ്ടി, എൻ്റെ ശാപത്തിനു വേണ്ടി അവൻ ക്രൂശിന്മേൽ ഒരു തൊട്ട് രക്തമില്ലാതെ എനിക്ക് വേണ്ടി ഒഴുക്കി മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ദൈവം എൻ്റെ മധ്യത്തിലുണ്ട്, എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്, എൻ്റെ ഹൃദയത്തിലുണ്ട്. നീ ധൈര്യമായിട്ട് നീ അങ്ങനെ വിചാരിച്ചങ്ങോട്ട് ആരാധിച്ച് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിൻ്റെ മേലെ വന്നിട്ട് നീ അടുത്ത് നിൽക്കുന്നവരെ എല്ലാം മറന്നു പോകും. ഇടത്ത് നിൽക്കുന്നവരോടും വലത്ത് നിൽക്കുന്നവരോടും ഇച്ചിരി മാറി നിൽക്കാൻ പറ. ദൈവത്തെ അങ്ങോട്ടൊന്നും സ്തുതിച്ച് നോക്കിക്കേ, ആരാധിച്ച് നോക്കിക്കേ. ആത്മഭരിതരാകി ആത്മനിറവോടുകൂടെ ആ ശക്തിയോടുകൂടെ ദൈവത്തെ ഒന്ന് ആരാധിച്ച് നോക്കിക്കേ. ഭരണി ഉടച്ച് നമ്മൾ ദൈവത്തെ ആരാധിക്കണം, പൊട്ടി ആരാധിക്കണം. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. ആരുടെ സ്തുതിയാ? ദൈവത്തിൻ്റെ സ്തുതി. കെട്ടമാത്തല്ല നമ്മുടെ നാവിൽ വരേണ്ടത്, ചീത്തവർത്താനല്ല നമ്മുടെ നാവിൽ വരേണ്ടത്. നമ്മുടെ നാവിൽ വരേണ്ടത് എപ്പോഴും സ്തുതിയാണ്. ആ സ്തുതി നിൻ്റെ നാവിൽ വരണമെന്ന് വരികിൽ നിന്നിൽ ആര് വസിക്കണം? പരിശുദ്ധാത്മാവ് വസിക്കണം. പരിശുദ്ധാത്മാവ് വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് യാവാകലും നമ്മുടെ വായിൽ സ്തുതിയും സ്തോത്രവും വരത്തുള്ളൂ. ദാവീദ് ഒരു വർഷിപ്പറായിരുന്നു. ഗോലിയാത്ത് ദാവീദിനെ വെല്ലുവിളിച്ചു. അവനൊരു കൊച്ചു ചെറുക്കൻ 13-14 വയസ്സ് കാണും. അവൻ്റെ കയ്യിലൊരു ചെറിയ കോലുണ്ടായിരുന്നു. ഒരു കോല് കൊണ്ട് അവൻ്റെ ആടിനെ തീറ്റുന്ന ഒരു സഞ്ചിയുണ്ട്. ആ സഞ്ചിക്കകത്തൊരു 5 കല്ല് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവൻ ചെന്നപ്പം ഇവൻ ചോദിച്ചു, നീ എന്നാടാ
പട്ടിയെ അടിക്കാൻ വരികയാണ്. ഉടനെ ഇവൻ ഗോലിയാത്ത് ദാവീദിനെ കണ്ടുള്ളൂ. പക്ഷേ ദാവീദിന്റെ കൂടെ ആരുണ്ടായിരുന്നു? അവൻ ചെറിയ ചെറുക്കനായിരിക്കും. അഖിലാണ്ട സൃഷ്ടിതാവായ എൻ്റെ ദൈവം ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ദൈവം ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒറ്റയൊരു കല്ലുകൊണ്ട് അവൻ എന്ത് ചെയ്തത്? ഗോലിയാത്തിനെ എറിഞ്ഞ് താഴെ ഇട്ടു. ഇങ്ങനെ വീഴേണ്ടതിന് പകരം അവൻ എൻ്റെ ദൈവത്തിന് സറണ്ടറായി. അവൻ്റെ പുറത്തോട്ട് കയറി നിന്ന് അവൻ്റെ വാള് തന്നെ ഊരി അവൻ്റെ കഴുത്ത് കട്ട് ചെയ്ത് തല മാറ്റി വെച്ചു. മക്കളെ, സാത്താന് നമ്മുടെ കാൽക്കീഴെയാണ്. എന്തുവാ പറഞ്ഞിരിക്കുന്നത്? റോമർ 16:20. വേഗത്തിൽ സാത്താനെ നിന്റെ കാൽക്കീഴാക്കി ചതച്ച് കളയും. നോക്കിക്കേ, ചതച്ച് കളഞ്ഞത്. ദാവീദ് ഗോലിയാത്തിനെ എന്താ ചെയ്തത്? അവനൊരു വർഷിപ്പറാണ്. അവൻ ദൈവ മകനാണ്. ചെറിയ പ്രായം മുതലേ അവൻ കരടിയെയും സിംഹത്തെയും, അവൻ്റെ തലയിൽ എന്തുണ്ടായിരുന്നു? പരിശുദ്ധാത്മാവിൻ്റെ തൈലം അവൻ്റെ തലയിൽ ഒഴുകുന്നുണ്ടായിരുന്നു. പ്രിയ മക്കളെ, നമ്മുടെ ശരീരത്തിൽ ആ തൈലം ഒഴുകണം. ആ തൈലം ഒഴുകിയെങ്കിലേ സാത്താൻ നമ്മുടെ അടുത്ത് പോലും വരാൻ പറ്റത്തില്ല. അടുത്ത് പോലും വരത്തില്ല. സാത്താൻ എന്നാ പറയുന്നു? അയ്യോ, അവിടെ അടുത്ത് പോകാനൊക്കത്തില്ലേ, അവൻ്റെ അടുത്ത് പോകാനൊക്കത്തില്ലേ, അയ്യോ തീയാണേ, ഇവിടെ അപ്പടി തീയാണ്, ഇവിടെ അപ്പടി തീയാണ് എന്നും പറഞ്ഞ തീ വാരി എറിയ, മേത്തൂന്ന് ഇങ്ങനെ വാരി എറിയും. ഫയർ എന്നങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് തീ ഇങ്ങനെ വാരി എറിഞ്ഞ കോറി ഉരുളുന്നത്. പ്രിയ മക്കളെ, പ്രിയ സഹോദര സഹോദരി, നമ്മളിൽ ആര് വസിക്കണം? പരിശുദ്ധാത്മാവ് വസിക്കണം. എൻ്റെ കൃപ നിനക്കും മതി. എൻ്റെ ശക്തി, എൻ്റെ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ സാധിക്കത്തുള്ളൂ. ആ സാക്ഷിയായി നിനക്ക് നിൽക്കണമെന്ന് വരികിൽ, പ്രിയ മക്കളെ, നിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ നീര് ഒഴുകണം. പരിശുദ്ധാത്മാവിൻ്റെ തൈലം നിൻ്റെ മേൽ ഒഴുകണം. ആ ദാവീദിൻ്റെ മേലെ അവനൊരു വർഷിപ്പറായി അവൻ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും, അവൻ മഞ്ജുഷപ്പെട്ടിയുടെ മുമ്പിൽ എങ്ങനെ തുള്ളി ചാടി ദൈവത്തെ ആരാധിച്ചപ്പോൾ അവൻ്റെ ഭാര്യ മീകൾ മേലെ നിന്നുകൊണ്ട് പറയാം, അവൻ വസ്ത്രമൊന്നുമില്ലാതെ, അവൻ്റെ രാജവസ്ത്രമെല്ലാം അവൻ അഴിച്ചു വെച്ചു. അവൻ അത്ര താഴ്മയോടുകൂടെ നിന്നാണ് ദൈവത്തെ ആരാധിച്ചത്. അത്ര താഴ്മയോടെ അവനെ തന്നെ താഴ്ത്തി അങ്ങനെ ദൈവത്തെ ആരാധിച്ച്. അതുകൊണ്ട് അവിടെ ജീവിതത്തിൽ അവൾക്കൊരു കുഞ്ഞുങ്ങളെ കാണാനായിട്ട് സാധിച്ചില്ല. പ്രിയ മക്കളെ, നമ്മൾ ദൈവത്തെ ആരാധിക്കണം. നമ്മളെ ആര് പഴിച്ചോട്ടെ, ആര് ദുഷിച്ചോട്ടെ, ആര് നിന്ദിച്ചോട്ടെ, അബ്രഹാമിൻ്റെ കൂടെ ഇരുന്ന ദൈവമാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. മോശയോട് കൂടെ ഇരുന്ന ദൈവമാണ് നമ്മളോട് കൂടെ ഇരിക്കുന്നത്. പൗലോസിനോട് കൂടെ ഇരുന്ന ദൈവമാണ് നമ്മളോട് കൂടെ ഇരിക്കുന്നത്. ദാവീദിനോട് കൂടെ ഇരുന്ന ദൈവമാണ് നമ്മളോട് കൂടെ ഇരിക്കുന്നത്. ആ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? ആരാധിക്കണം, സ്തുതിക്കണം. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയല്ലേ നിറഞ്ഞു വരുന്നു എന്നാ, തികഞ്ഞു വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തികഞ്ഞു വരുന്നു എന്ന്. ഞാൻ രോഗിയാണ്, എനിക്ക് BP ഉണ്ട്, എനിക്ക് ഷുഗറുണ്ട്, എനിക്ക് ഉപവസിക്കാൻ പറ്റത്തില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, ഇച്ചിരി നേരം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ഞാനങ്ങ് തളർന്നു പോകും. അതൊക്കെ വെറുതെ നിങ്ങൾ പറയുക. ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിലും എനിക്ക് BP ഉണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. അതും പോരാഞ്ഞിട്ട് എൻ്റെ ഞരമ്പ് ഒരെണ്ണം ഞാൻ വീണ് അനേക പ്രാവശ്യം ഞാൻ വീണിട്ടുണ്ട്. ആ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞ് എൻ്റെ ഞരമ്പ് ഭയങ്കര വീക്ക്നെസ്സായി, നട്ടെല്ലും ഒരു ഞരമ്പുമായിട്ട് ഉണങ്ങി കരിഞ്ഞിരിക്കുകയാണ്. എന്നോട് കുനിയരുത്, ചാടരുത്, മറിയരുത് എന്നെല്ലാം ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഡോക്ടർ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ആ ഡോക്ടറിൻ്റെ മുഖം നോക്കിക്കൊണ്ട് ഞാൻ ജീവിക്കുകയാണ്. പ്രിയ മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ദൈവസന്നിധിയിൽ താണിരിക്കുക, താഴ്ത്തി ഏൽപ്പിക്കുക. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയല്ലേ
നിറഞ്ഞു തുളുമ്പി നിറഞ്ഞു വരും. നിറഞ്ഞ് ഈ വാക്യങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ നടന്ന ഒരു സാക്ഷി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ ഇവിടെ വന്നു എന്നോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്ക് എനിക്ക് വിശപ്പില്ല, എനിക്ക് ഭക്ഷണം എടുക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം എടുത്തു കഴിയുമ്പോൾ എനിക്ക് വയറ്റുവേദനയാണ്, രാത്രി ഭയങ്കര വയറ്റുവേദനയാണെന്ന് ഒരു സ്ത്രീയും വന്ന് പറഞ്ഞു, ഒരു പുരുഷനും വന്നിങ്ങനെ പറഞ്ഞു. 2 പേർക്കും വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ വയറ്റുവേദന ആരാ കൊടുക്കുന്നത്? ഈ സാത്താനാണ് കൊടുക്കുന്നത്. ആ സാത്താൻ അവരെ വിട്ടുപോയി കഴിഞ്ഞപ്പോൾ അവർ ഭക്ഷണവും നല്ലതായിട്ട് എടുക്കാൻ തുടങ്ങി. അവർക്ക് വയറ്റുവേദനയുമില്ല. മറ്റേ അവർക്ക് രാത്രിയാകുമ്പോൾ ഭയങ്കര വയറ്റുവേദനയാണ്, പറഞ്ഞറിയിക്കാൻ മേലാത്ത വയറ്റുവേദന, സഹിക്കാൻ മേല, കിടക്കാൻ മേല, ഇരിക്കാൻ മേല, നിൽക്കാൻ മേല. അവർ ഇന്നലെ തുടങ്ങിയതല്ലോ. എല്ലാ ഡോക്ടർമാരുടെ അടുത്തും പോയി, എല്ലാ കൂടോത്രവാദികളുടെ അടുത്തും പോയി, എല്ലാവരുടെയും അടുത്ത് പോയിട്ടും അവർക്കൊരു കുറവുമില്ല. അതാരുടെ കയ്യിന്ത പ്രാർത്ഥിക്കണം. ദൈവം, എൻ്റെ യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് അവരറിയണം. അതാണ് ഞാനും കുറയണം, എൻ്റെ യേശു വളരണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് എന്ത് കഷ്ടമുണ്ടെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുകുത്താൻ പറ്റുന്നൊരു മുട്ടുകുത്തുക. നിങ്ങളുടെ വേദനയുള്ള ഭാഗത്തൊരു കരം വയ്ക്കുക, ഒരു കരം മേളിലോട്ട് ഉയർത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങളുടെ ആവശ്യ ഭാരങ്ങൾ എന്തായാലും പറഞ്ഞു. ദൈവം നിങ്ങളെ ഇപ്പോൾ തന്നെ, പരിശുദ്ധാത്മാവ് നിങ്ങളെ വന്ന് മുട്ടും, നിങ്ങൾക്ക് സൗഖ്യം കിട്ടും. നിങ്ങളുടെ ആവശ്യ ഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അവൻ്റെ കരം നിങ്ങളുടെ മേലെ വരും. ഹല്ലേലൂയ, സ്തോത്ര സ്തോത്ര സ്തോത്ര. കരുണാസമ്പന്ന നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ദൂരത്തും ചാരത്തും ആർക്കിനും മക്കളുമായിട്ട് നിൻ്റെ അടുത്ത് വരുന്നപ്പ നീ അനുഗ്രഹിക്കണമേ അപ്പച്ച. ഏതെല്ലാം വിധത്തിൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പ, ശാന്തിയില്ല, സമാധാനമില്ല, സന്തോഷമില്ലാതെ എത്രയോ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പ നീ അവരോട് ഇടപെടണമേ. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന മക്കളാക്കി തീർക്കണമേ. നിന്നെ സ്തുതിക്കുന്ന മക്കളാക്കി തീർക്കണമേ. ഞങ്ങളുടെ പാപത്തിനു വേണ്ടി, രോഗത്തിനു വേണ്ടി, ശാപത്തിനു വേണ്ടി നീ ക്രൂശിന്മേൽ ഒരു തൊട്ട് രക്തമില്ലാതെ ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കി മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് നീ ജീവിക്കുന്ന ദൈവമാണപ്പാ. അപ്പാ, നീ ഞങ്ങളുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവമാക്കിയാൽ സ്തോത്ര. പരിശുദ്ധാത്മനെ നീ മുട്ടണമേ, ഇപ്പോൾ തന്നെ തൊടണമേ, ഈ നിമിഷമേ തൊടണമേ. ഏതെല്ലാം വിധത്തിൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പ, ട്യൂമർ രോഗത്താലെ, ഗോൾ ബ്ലാഡർ കല്ല്, കിഡ്നിയല്ലി കല്ല്, ഏതെല്ലാം രീതിയിൽ കഷ്ടപ്പെടുന്നപ്പ കർത്താവെ, തൈറോയിഡാകി വളരെയധികം കഷ്ടപ്പെടുന്നപ്പ നീ അവരെ തൊടണമേ, ഈ നിമിഷമേ തൊടണമേ. സമ്പൂർണ്ണ വിടുതലിനെ കൊടുക്കണമേ. എല്ലാ പാസ്റ്റർമാരെയും അച്ഛന്മാരെയും ഇവാഞ്ചലിസ്റ്റുകളെയും നീ അനുഗ്രഹിക്കണമേ. സുവിശേഷം എല്ലാ രാജ്യങ്ങളിലും എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ. ക്രിസ്ത വിരോധികളുടെ ഹൃദയത്തോട് നീ ഇടപെടണമേ അപ്പാ. എൻ്റെ യേശു ജീവിക്കുന്ന ദൈവമാണ്, എൻ്റെ യേശു സത്യ ദൈവമാണെന്ന് അവരറിയുവാൻ നീ ഇടയാക്കണമേ. കർത്താവെ, മഴ മുഖാന്തരം എത്രയോ കുടുംബങ്ങളെ മരം വീണും കർത്താവെ ഉരുള് പൊട്ടിയും അപ്പാ, എത്രയോ കുടുംബങ്ങൾ, വ്യക്തികൾ കർത്താവെ നാശമായിരിക്കുന്നപ്പാ. നീ അവരോട് ഇടപെടണമേ അപ്പാ. അവരെ നീ അനുഗ്രഹിക്കണമേ അപ്പാ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സഭയെയും ഞങ്ങളുടെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.